നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് ലബോറട്ടറി ടെക്നിക്സിന്റെ നെക്സ്റ്റ് ടോപ്പിക്കാണ്. അതായത് നമ്മുടെ ഈ ഒരു കിടക്കുന്നതിൽ കാണുന്നുണ്ടോ, ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയർ, ജനറൽ ഗ്ലാസ് വെയർ, അതുപോലെ ന്യൂ ഗ്ലാസ് വെയർ, അഗ്രികൾച്ചറൽ പ്ലേറ്റ്സ്, ഇതിന്റെ ആ ഒരു പോർഷനാണ് പറയാൻ പോകുന്നത്. VHSC ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSC എടുത്ത് പറഞ്ഞിട്ടുണ്ട് VHSC ലെവൽ മതിയെന്ന്. അപ്പോൾ എക്സ്ട്രാ വേണമെന്ന് തോന്നുന്ന പോർഷൻസ് മാത്രം നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് എടുക്കും. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ തന്നെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അതേ ടോപ്പിക്ക് തന്നെ നമ്മളങ്ങ് പഠിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയർ, ജനറൽ ഗ്ലാസ് വെയർ, ന്യൂ ഗ്ലാസ് വെയർ, ബ്ലഡ്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയും. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ ഒരു പോർഷൻ തീർത്ത് കഴിഞ്ഞു. അതുപോലെ ബയോമെഡിക്കൽ വേസ്റ്റ് തീർത്ത് കഴിഞ്ഞു, ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ് തീർത്ത് കഴിഞ്ഞു. അതുപോലെ നമുക്കിനി തീർക്കാനുള്ളത് ഈ ലബോറട്ടറി മാനേജ്മെന്റ്, ഡിസ്റ്റിലേഷൻ വരുന്ന ഭാഗം, അതുപോലെ കോമൺ ഇൻസ്ട്രുമെന്റ്സ്, സാമ്പിൾ കളക്ഷൻ പ്രൊസീഡിങ്സ്, അത് നമ്മൾ ഓൾറെഡി ഈ കൂട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടെ പറയാം. ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ, ആ ഒരു സെക്ഷനോടെ തീർന്നാൽ 10 മാർക്കിന്റെ പോർഷൻ നമ്മൾ തീർക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഒരുപാടുണ്ട്. ഫിസിക്സ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ഇത് +1 ടെക്സ്റ്റ് ബുക്കാണ്. +1ന്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇത് മൊത്തം. അത് മൊത്തം നിങ്ങൾ പഠിക്കണം. അതുപോലെ മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ, +1ന്റെ 2ഉം 3ഉം ചാപ്റ്റേഴ്സാണ്. +1ന്റെ 2ഉം 3ഉം ചാപ്റ്റേഴ്സാണ്. ഇത് മൊത്തം നിങ്ങൾ പഠിക്കണം. അതുപോലെ ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, പവർ, 5ഉം 6ഉം ചാപ്റ്റേഴ്സ് ആണ് മൊത്തം പഠിക്കണം. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. സോ NCERTയുടെ +2 ബുക്ക് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് പതുക്കെ അതിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്താണ്? ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയർ. നോക്കാം. ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയർ ഫോർ ബയോകെമിക്കൽ അനാലിസിസ്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ ലബോറട്ടറി ടെക്നിക്കിനകത്ത് ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒന്നാണ് ഈ ഗ്ലാസ് വെയർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാമ്പിൾ എടുക്കുന്ന ഗ്ലാസ് വെയർ എന്ന് പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ അത് എറർ കൂടുതലായിട്ട് കാണിക്കും. റിസൾട്ട് കിട്ടുന്ന സമയത്ത് ഗ്ലാസ് വെയർ അഴുക്ക് പിടിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എറർ ആയിരിക്കും, തെറ്റായിരിക്കും. ദ യൂസ്ഡ് ഗ്ലാസ് വെയർ ഷുഡ് ബി വാഷ്ഡ് വിത്ത് വാട്ടർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യൂസ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. നമ്മൾ ഉപയോഗിച്ച ഏതെങ്കിലും ഒരു ഗ്ലാസ് വെയർ ആവശ്യം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ കഴുകി വെക്കുക. സോക്ക് ഇൻ മൈൽഡ് ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ. ആദ്യം പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ കഴുകുക. അതിന് ശേഷം മൈൽഡ് ഡിറ്റർജൻറ്റ് സൊല്യൂഷനകത്ത് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുക, മുക്കി വെക്കുക. വാഷ് ഇൻ റണ്ണിങ് ടാപ്പ് വാട്ടർ ആൻഡ് റിൻസ് വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ ആൻഡ് ഡ്രൈ. എന്താ ചെയ്യേണ്ടത്? ഒരു സാധനം, നമ്മളൊരു ഗ്ലാസ് വെയർ എടുത്തു, എന്തായിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ടെസ്റ്റ് ട്യൂബോ അങ്ങനെ എന്തും വന്നോട്ടെ, ആ ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം വെള്ളത്തിൽ കഴുകണം. ഉപയോഗിച്ചതിന് ശേഷം വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അതൊരു മൈൽഡ് ഡിറ്റർജൻറ്റ് സൊല്യൂഷനകത്ത് മുക്കി വെച്ചു. അതിന് ശേഷം റണ്ണിങ് വാട്ടർ, പൈപ്പ് തുറന്നു വെച്ചിട്ട് നമ്മൾ ആ വാട്ടറിനകത്ത് ഇത് റിൻസ് ചെയ്ത് ഇങ്ങനെ കഴുകി കുടഞ്ഞ് ഇങ്ങനെ അകത്തോട്ടിട്ട് ഇങ്ങനെ കുലുക്കി കഴുകിക്കൊണ്ടിരിക്കുക. ഓക്കെ ആണല്ലോ? വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ ആൻഡ് ഡ്രൈ. അതിനുശേഷം ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ചും കഴുകുക. അതിനുശേഷം ഇത് നന്നായിട്ട് ഉണക്കുക. If a lab wear is not cleaned immediately, it may become impossible to remove the residues. നമുക്കറിയാം റെസിഡ്യൂ ഉണ്ടാവുന്ന എങ്ങനെ, അതായത് പല കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ ഇതിനകത്ത് ഇട്ട് നടത്തും. അതിൻ്റെ റെസിഡ്യൂസ് ഒക്കെ അതിനകത്ത് കാണും. അത് പെട്ടെന്ന് തന്നെ കഴുകിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കഴുകി വെച്ചാൽ ഇതിൻ്റെ അടിയിലോ എവിടെയെങ്കിലും ഒക്കെ പറ്റിപ്പിടിച്ച് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ പോലും ഈ റെസിഡ്യൂസ് ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കും. സച്ച് ഗ്ലാസ് വെയർ ഷുഡ് ബി സോക്ക്ഡ് ഇൻ വാട്ടർ ഓർ സ്പെഷ്യൽ ക്ലീനിങ് സൊല്യൂഷൻ. അങ്ങനത്തെ ഗ്ലാസ് വെയർ എന്ത് ചെയ്യണം? ഷുഡ് ബി സോക്ക്ഡ് ഇൻ വാട്ടർ ഓർ സ്പെഷ്യൽ ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ച്. അപ്പം കുറച്ച് നേരം കഴുകാൻ മറന്നുപോയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് വേണം ഇങ്ങനത്തെ പാത്രങ്ങൾ കഴുകാനായിട്ട്. സ്പെഷ്യൽ ക്ലീനിങ് സൊല്യൂഷൻ സച്ച് ആസ് എ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ ആർ സജസ്റ്റഡ് ഇൻ ദ കേസ് ഓഫ് മോർ ഡേർട്ടി ഗ്ലാസ് വെയർ. ഏത് സൊല്യൂഷൻ? ക്രോമിക് ആസിഡിൻ്റെ സൊല്യൂഷൻ. അവിടേക്കാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് കുറച്ച് നേരം ഡ്രൈ ആയി പോയി, നമുക്ക് പെട്ടെന്ന് കഴുകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മൈൽഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് സാധാ കഴുകുന്ന പോലെ പറ്റത്തില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കണം? ക്രോമിക് ആസിഡിൻ്റെ സൊല്യൂഷൻ വെച്ചിട്ട് വേണം ഇത് കഴുകാനായിട്ട്. അതായത് ഈ ഡേർട്ടി ഗ്ലാസ് വെയർ കഴുകാനായിട്ട്. ക്രോമിക് ആസിഡ് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. മോസ്റ്റ് ന്യൂ ഗ്ലാസ് വെയർ ആർ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ഇൻ നേച്ചർ. അതായത് പുതിയൊരു ഗ്ലാസ് വെയർ നമ്മൾ വാങ്ങിക്കുക, ആ ഗ്ലാസ് വെയറിനകത്ത് കുറച്ച് ആൽക്കലൈൻ റിയാക്ഷൻ കൂടുതലായിരിക്കും പുതിയതിനകത്ത്. ന്യൂ ഗ്ലാസ് വെയർ ഷുഡ് ഓൾസോ ബി സോക്ക്ഡ് ഇൻ സെവറൽ അവേഴ്സ് ഇൻ ആസിഡ് വാട്ടർ. അതായത് പുതിയൊരു ഗ്ലാസ് വെയർ നമ്മുടെ ലബോറട്ടറിയിലേക്ക് വാങ്ങിച്ചു, നമ്മൾ ജോലിക്ക് കയറി, പുതിയൊരു ഗ്ലാസ് വെയർ നമ്മുടെ സെക്ഷനിലേക്ക് വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം, ഇത് ആൽക്കലൈൻ നേച്ചർ ഇവിടെ കൂടുതലാണ് പുതിയതായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഇത് കുറച്ച് മണിക്കൂറത്തേക്ക് ഒരു ആസിഡ് വാട്ടറിനകത്ത് മുക്കി വെക്കണം. 1% സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ഓർ നൈട്രിക് ആസിഡ്.
1% സൊല്യൂഷൻ എന്തിൻ്റെ, ഒന്നെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സൊല്യൂഷൻ ആവാം, അല്ലെങ്കിൽ നൈട്രിക് ആസിഡിൻ്റെ സൊല്യൂഷൻ ആവാം. അതിനകത്ത് 1% സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക്കിലോ അല്ലെങ്കിൽ നൈട്രിക് ആസിഡിനകത്തോ മുക്കി വയ്ക്കണം കുറച്ച് മണിക്കൂർ. എന്തിന്? ഉപയോഗിക്കുന്നതിന് മുമ്പ്. പിപ്പറ്റ് എന്താണെന്ന് അറിയാലോ, നമ്മൾ അകത്തേക്ക് വലിച്ചെടുക്കത്തില്ലേ, അതാണ് പിപ്പറ്റ്. പിപ്പറ്റ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ പിപ്പറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓർക്കുക, നമ്മൾ കെമിസ്ട്രി ലാബിനകത്തൊക്കെ പിപ്പറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പിപ്പറ്റ്. പിപ്പറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ എ വെർട്ടിക്കൽ പൊസിഷൻ. പിപ്പറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വെർട്ടിക്കലായിട്ട്, എന്താ വെർട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലേ, വെർട്ടിക്കൽ പൊസിഷനിൽ നൂത്ത് വയ്ക്കുകയോ ചെയ്യാവുള്ളൂ. വിത്ത് ദ ടിപ്സ് അപ്പ് ഇൻ ദ ജാർ ഓഫ് ക്ലീനിങ് സൊല്യൂഷൻ. ടിപ്പ് എങ്ങനെ ആയിരിക്കണം? മുകളിലായിരിക്കണം. അതായത് മുക്കി വെക്കുന്ന സമയത്ത് ക്ലീനിങ് സൊല്യൂഷനകത്ത് ഇത് മുക്കി വെക്കണമല്ലോ ജാറിനകത്ത്. അപ്പോൾ ടിപ്പ് എന്ന് പറയുന്നത് അപ്പ് ഇൻ എ ജാർ ഓഫ് ക്ലീനിങ് സൊല്യൂഷൻ, അത് പ്രത്യേകം ഓർക്കുക. എ പാഡ് ഓഫ് ഗ്ലാസ് വൂൾ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ബോട്ടം. അതായത് ബോട്ടത്തിൽ നമ്മളൊരു പാഡ് ഓഫ് ഗ്ലാസ് വൂള് വെച്ചിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ജാറൊന്നും പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് അടിയിലൊരു ഗ്ലാസിൻ്റെ വൂള് വെച്ചിരിക്കണം, ഒരു പാഡ് വെച്ചിരിക്കണം. അതുപോലെ ടിപ്പ് അപ്പ് ഇൻ ദ ജാർ ഓഫ് ക്ലീനിങ് സൊല്യൂഷൻ, അത് ഓർക്കുക പിപ്പറ്റിൻ്റെ കേസിൽ. After soaking for several hours, the tips are drained and washed under running tap water until all traces of cleaning solution are removed. അതായത് നമ്മളിപ്പോൾ ടിപ്പൊക്കെ പൊക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ അടിയിൽ എന്താണ് പാർട്ട് ഓഫ് ഗ്ലാസ് വൂൾ വെച്ചിട്ടുണ്ട്. കുറേ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെടുക്കണം? ദ ടിപ്സ് ആർ ഡ്രെയിൻ ചെയ്തതിന് ശേഷം വാഷ്ഡ് അണ്ടർ റണ്ണിങ് ടാപ്പ് വാട്ടർ. പൈപ്പ് തുറന്ന് വെച്ചിട്ട് അതിൻ്റെ റണ്ണിങ് വാട്ടറിനകത്ത് ഇതെല്ലാം നന്നായിട്ട് കഴുകി ആൻഡ് ഓൾ ട്രേസസ് ഓഫ് ക്ലീനിങ് സൊല്യൂഷൻ ആർ റിമൂവ്. അതിനുശേഷം ഈ ക്ലീൻ ചെയ്യാൻ വെച്ചിരുന്ന സൊല്യൂഷൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും പോയി എന്ന് ഉറപ്പ് വരുത്തുക. The pipettes are then rinsed in distilled water and dried in an oven at more than 110 centigrade. അതായത് സെൽഷ്യസ് ആണേ. അപ്പം ദ പിപ്പറ്റ് ആർ ദെൻ റിൻസ്ഡ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടറിനകത്ത് മുക്കി വെച്ചതിന് ശേഷം പിന്നെ എടുത്ത് ഉണക്കിയതിന് ശേഷം ഓവനിൽ വെച്ചിട്ട് നമ്മൾ ഡ്രൈ ചെയ്യുന്നു. എത്ര? 110 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ, അതായത് അതിൽ കൂടാൻ പാടില്ല, അത്രയും വെച്ചിട്ട് നമ്മൾ പിപ്പറ്റിനെ ഡ്രൈ ചെയ്തെടുക്കുന്നു. ഒന്നുകൂടെ പറയണോ? പിപ്പറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പൊസിഷനിലേ വെക്കാൻ പാടുള്ളൂ. പിപ്പറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജാർ ഓഫ് ക്ലീനിങ് സൊല്യൂഷനകത്ത് ടിപ്പ് അപ്പായിട്ടേ വെക്കാൻ പാടുള്ളൂ. അതുപോലെ ഒരു പാഡ് ഓഫ് ഗ്ലാസ് വൂള് ഇതിൻ്റെ താഴെ വെച്ചിരിക്കണം, അതായത് ജാറ് പൊട്ടാതിരിക്കാനായിട്ട്. അതിനുശേഷം കുറേ നേരം ഇത് മുക്കി വെച്ചതിന് ശേഷം ടിപ്പൊക്കെ ഡ്രെയിൻഡ് ആയതിനു ശേഷം നമ്മുടെ റണ്ണിങ് വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് കഴുകുക. ഈ ക്ലീൻ ചെയ്യാൻ വെച്ചിരിക്കുന്ന സൊല്യൂഷൻ മൊത്തം പോകണം. അതിനുശേഷം ഇത് എവിടെ റിൻസ് ചെയ്യണം? ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് നന്നായിട്ട് റിൻസ് ചെയ്ത് കളയണം. അതിനുശേഷം ഇത് ഓവനിൽ വെച്ച് 110 ഡിഗ്രി സെൽഷ്യസിൽ കൂടാത്ത രീതിയിലുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ഇതിനെ ഉണക്കിയെടുക്കണം. മനസ്സിലായല്ലോ? അടുത്ത് നോക്കാം. മോസ്റ്റ് ലബോറട്ടറീസ് ദാറ്റ് യൂസ് ലാർജ് നമ്പർ ഓഫ് പിപ്പറ്റ് ഡെയിലി യൂസ് എ കൺവീനിയൻറ്റ് ഓട്ടോമാറ്റിക് പിപ്പറ്റ് വാഷർ. അതായത് നമ്മളിപ്പം പിപ്പറ്റ് തന്നെ പലത് പഠിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ പിപ്പറ്റ്സ് പല രീതിയിലുള്ളത് നമ്മുടെ പല ലബോറട്ടറീസ് ഉപയോഗിക്കുന്നുണ്ട്. യൂസ് എ കൺവീനിയൻറ്റ് ഓട്ടോമാറ്റിക് പിപ്പറ്റ് വാഷർ. മാക്സിമം ഈ ഓട്ടോമാറ്റിക് പിപ്പറ്റ് വാഷറൊക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യുക. ദി ഡിവൈസസ് ആർ മെയ്ഡ് ഓഫ് മെറ്റൽ ഓർ പോളിയെത്തിലീൻ ആൻഡ് ക്യാൻ ബി കണക്റ്റഡ് ഡയറക്ട്ലി ടു ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ സപ്ലൈ. അപ്പോൾ ഇങ്ങനെയുള്ള ഓട്ടോമാറ്റിക് പിപ്പറ്റ് വാഷർ എന്ന് പറയുന്ന സംഭവം ഉള്ളത്, അത് മെയ്ഡ് ചെയ്തിരിക്കുന്ന മെറ്റൽ അല്ലെങ്കിൽ പോളിയെത്തിലീൻ കൊണ്ടിട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ആൻഡ് ക്യാൻ ബി കണക്റ്റഡ് ഡയറക്ട്ലി ടു ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ സപ്ലൈ. Polyethylene basket and jar may be used for soaking and rinsing pipette in chromic acid cleaning solution. ഇവിടെയും ഓർക്കുക, ക്രോമിക് ആസിഡിനകത്താണ് ഇതും കഴുകണം, റിൻസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ പോളിയെഥിലീൻ ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ജാറ് മേ ബി യൂസ്ഡ് ഫോർ സോക്കിംഗ് ആൻഡ് റിൻസിങ് പിപ്പറ്റ്സ് ഇൻ ക്രോമിക് ആസിഡ് ക്ലീനിങ് സൊല്യൂഷൻ. അങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു പിപ്പറ്റ് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമ്മൾ പറഞ്ഞ എന്താണ്? ഓട്ടോമാറ്റിക് പിപ്പറ്റ് വാഷർ ഉണ്ട്, അത് പോളിയെഥിലീനോ മെറ്റലോ കൊണ്ടാണ്. അപ്പോൾ അതിനെ കഴുകുന്ന കാര്യമാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് the neck of oleometric flask above the graduation mark may be cleaned because when solution are diluted in the flask, drop of water may adhere to an unclean wall and may invalidate the measurement of volume. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നെക്ക് ഓഫ് വോളിയോമെട്രിക് ഫ്ലാസ്ക്, ഓരോ വോളിയോമെട്രിക് ഫ്ലാസ്കിലും അതിൻ്റെ ഒരു കഴുത്തുണ്ടല്ലോ, ആ മുകളിലോട്ട് കട്ടി കുറയുന്ന ഭാഗം, അതിന് ഫ്ലാസ്ക് എബവ് ദ ഗ്രാജുവേഷൻ മാർക്ക്, ആ ഗ്രാജുവേഷൻ മാർക്കിന് മുകളിൽ ബി ക്ലീൻ ബിക്കോസ്, അത് നന്നായിട്ട് കഴുകണം. വെൻ സൊല്യൂഷൻസ് ആർ ഡൈല്യൂട്ടഡ് ഇൻ ദ ഫ്ലാസ്ക്, ഡ്രോപ്പ് ഓഫ് വാട്ടർ മേ അഡ്ഹിയർ ടു ആൻ അൺക്ലീൻ വോൾ ആൻഡ് മേ ഇൻവാലിഡേറ്റ് ദ മെഷർമെൻറ്റ് ഓഫ് വോളിയം. അപ്പോൾ എപ്പോഴും നമ്മൾ വോളിയോമെട്രിക് ഫ്ലാസ്കിൻ്റെ ആ ഒരു ഗ്രാജുവേഷൻ മാർക്കിൻ്റെ എബവ് വരുന്ന സംഭവങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം.
എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം തെറ്റാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഓരോന്നിനും അതും വോളിയം തെറ്റിയാൽ പോലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് വേറെ ആയതുകൊണ്ട് ആ ഗ്രാജുവേഷൻ മാർക്കിൻ്റെ മുകളിലുള്ള ഭാഗമൊക്കെ നന്നായിട്ട് കഴുകണമെങ്കിൽ മാത്രമേ അടുത്ത സമയത്തും വോളിയം തെറ്റാൻ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.